ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ പൈസീസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാം മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്ന മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ പൈസീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജിയാണ് എംപ്രർ. അപ്പോൾ ഇത് ഏരീസ് എനർജി. മേ ബി നിങ്ങളൊരു ഏരീസിൻ്റെ കൂടെ ആയിരിക്കും ഡീൽ ഉണ്ടാവുക. പക്ഷേ ഈ പേഴ്സൺ കുറേ ഒരു മെച്ചോർഡ് പേഴ്സൺ ആണ്. വെൽ ടു ഡു പേഴ്സൺ ആയിരിക്കും ഈ പേഴ്സൺ. ഒരു ഓണറുടെ എനർജിയാണ്. കുറേ ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ള പേഴ്സൺ ആണ്. അപ്പോൾ ഈ പേഴ്സൻ്റെ വേറെ എന്താ നമ്മൾക്ക് എനർജി മനസ്സിലാക്കാൻ പറ്റുക? 10 of Wands. ഈ പേഴ്സൺ ഈ സമയത്ത് കുറേ ബേർഡൻ ആണ് ഫീൽ ചെയ്യണത്. അവരുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അവർക്ക് കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ആൻഡ് അവർ ആ റെസ്പോൺസിബിലിറ്റീസ് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് നോക്കണത്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ അവർക്ക് കുറേ ബാഗേജ് ഉണ്ട്, പാസ്റ്റിൻ്റെ ബാഗേജും ഉണ്ട്. എന്തായാലും അതിനെ മുമ്പോട്ട് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്നാണ് നോക്കണം. അവരെ റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. ചില ബാഗേജ്, ചില പാസ്റ്റ് കാര്യങ്ങൾ അവർ റെഡിയാണ് റിലീസ് ചെയ്യാൻ. ഒരു പുതിയ സൈക്കിൾ തുടങ്ങാൻ വേണ്ടിയിട്ട് റെഡിയാണ്. അപ്പോൾ ഇവിടെ എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി? പൈസീസിൻ്റെ ഓവറോൾ എനർജി ഓവറോൾ എനർജി 9 of Cups ആണ്. അപ്പോൾ 9 of Cups ആൻഡ് വേൾഡ്. അപ്പോൾ ഇവിടെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ എനർജിയും ഞാൻ കാണുന്നുണ്ട്. വേൾഡ് ഒരു കംപ്ലീഷൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെയും ലൈഫിൽ എന്തോ ഒരു വലിയ സൈക്കിൾ കംപ്ലീറ്റ് ആവണ മാതിരി ഒരു വലിയ ചേഞ്ച് ആണ് ഞാൻ കാണുന്നത് ഇവിടെ. നിങ്ങൾ ഒരു സൈക്കിൾ ക്ലോസ് ചെയ്തിട്ട് ഒരു പുതിയ സൈക്കിളിൻ്റെ ഡയറക്ഷനിലാണ് പോണത്. ഒരു ന്യൂ ബിഗിനിങ്ങിൻ്റെ ഡയറക്ഷനിലാണ് പോണത്. അപ്പോൾ ഈ പേഴ്സൻ്റെ എന്താണ് കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? ഏസ് ഓഫ് കപ്സ്. അപ്പോൾ ഇത് ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട് ലവില്. നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണ് ചെയ്തൊരു റിന്യൂവൽ ആയിരിക്കാം. അതല്ല വെച്ചാൽ ഈ പേഴ്സൺ ഒരു ഓഫർ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത ഒരു ഓഫർ വരും. നിങ്ങളുടെ ഫീലിങ്സ് എന്താണ്? ടു ഓഫ് വാൻസ് ആണ് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ഫീലിങ്സ്. നിങ്ങളും വെയിറ്റ് ആണ് ചെയ്യണത്. എവിടെയോ ഈ പേഴ്സൺ മെസ്സേജ് ചെയ്യും, കോൾ ചെയ്യും. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ ലൈഫിലും ഞാൻ കാണുന്നത് നിങ്ങൾ പ്ലാൻ ആണ് ചെയ്യണത്, സ്ട്രാറ്റജൈസ് ആണ് ചെയ്യണത്. നിങ്ങളുടെ ലൈഫിൽ ഒരു ചോയ്സ് ഉണ്ട്. ഇവിടെ ഒരു ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് കാണാണ്ട് നിങ്ങളുടെ മേ ബി ജോലി ആൻഡ് ലവ് ലൈഫിൻ്റെ ഇടയ്ക്കായിരിക്കും ഈ ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഒരു പ്രാക്ടിക്കൽ ആൻഡ് ഇമോഷണൽ എനർജിയുടെ ഇടയ്ക്കാണ് നിങ്ങളുടെ ചോയ്സ് ഉള്ളത് ഇവിടെ. ഈ പേഴ്സൻ്റെ എന്താണ് എനർജി? ഈ പേഴ്സൺ കുറേ വർക്കഹോളിക്കും ആയിരിക്കാം. വർക്കഹോളിക്കും മാത്രമല്ല, ഈ സമയത്ത് അവർ കുറേ ബിസി എനർജിയിലാണ്, കുറേ വർക്ക് ഫോക്കസ്ഡ് എനർജിയിലാണ്. നിങ്ങളുടെ എനർജി ഒരു ഹീലിംഗ് എനർജിയിലാണ്. നിങ്ങൾ വിഷ് ചെയ്യുന്നുണ്ട് അത് ഇത് ശരിയാവും, എങ്ങനെയെങ്കിലും ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോവും എന്ന് നിങ്ങൾക്ക് അങ്ങനെ ഹോപ്പ് ഉണ്ട്. പക്ഷെ ഇവിടെ എന്തോ ഒരു ചോയ്സ് കാണാണ്ട്. നിങ്ങൾ ഷുവർ അല്ല ഇത് എങ്ങനെയാണ് മുമ്പോട്ട് പോവുക ഇല്ല എന്ന്. അപ്പോൾ എന്തോ നമ്മൾക്ക് ഇവിടെ നോക്കാം എന്താണെന്ന്. ഈ റിലേഷൻഷിപ്പിൽ ബ്ലോക്കേജ് എന്താണ്? ഏറ്റവും വലിയ ബ്ലോക്കേജ് നൈറ്റ് ഓഫ് വാൻസ്. അപ്പോൾ നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ കുറേ ഇൻ ആൻഡ് ഔട്ട് ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിട്ടാണ് ഞാൻ കാണുന്നത്. കമ്മിറ്റ് ചെയ്യാത്ത പേഴ്സൺ ആയിരിക്കാം, ഓറൽസ് കുറേ ട്രാവൽ ചെയ്യണ പേഴ്സൺ ആയിരിക്കാം. അതാണ് ഇവിടെ ഏറ്റവും വലിയ ബ്ലോക്കേജ്. ഈ നൈറ്റ് ഓഫ് വാൻസ് എന്താണ് ഇവിടെ ബ്ലോക്കേജ്? ഏസ് ഓഫ് സോഡ്സ്. അപ്പോൾ ഇവിടെ കമ്മ്യൂണിക്കേഷൻ്റെയും കുറേ ഇഷ്യൂസ് ഉണ്ട്, പ്രോബ്ലംസ് ഉണ്ട്. എന്തോ ഒരു സിറ്റുവേഷൻ സ്റ്റാഗ്നൻ്റ് ആയ പോലെ. 5 സോഡ്സും ഉണ്ട് ഇവിടെ. അപ്പോൾ ചില വേറെ ആൾക്കാർ ഈ റിലേഷൻഷിപ്പിൽ ഇൻ്റർഫിയർ ചെയ്യണ മാതിരി ഒരു എനർജി ഉണ്ട്. കുറച്ചൊരു
ഇമ്മെച്ചോറിറ്റിയുടെ എനർജി ഉണ്ട്, കുറേ ആൾക്കാർ ഗോസിപ്പ് ചെയ്യണ എനർജി ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് അഡ്വൈസ്? സ്പൈസീസിന് വേണ്ടിയിട്ട് അഡ്വൈസ് 6 of Cups ആണ് അഡ്വൈസ്. അപ്പോൾ പൈസീസ് ഇവിടെ എന്തോ ഒരു പാസ്റ്റ് കാര്യം തിരിച്ച് വരാൻ പോണ എനർജിയിലാണ് ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് അഡ്വൈസും അതാണ്. ഒരു ഹാപ്പി റിലേഷൻഷിപ്പ് ഉണ്ട് ഈ പേഴ്സൻ്റെ കൂടെ. പക്ഷേ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ നെഗറ്റീവ് എനർജീസിനെ കുറച്ച് ഒരു സൈഡ് ലൈൻ ചെയ്യണം. എന്നുവെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുഭാഗത്തിൽ വെച്ചാൽ ഈ പേഴ്സൻ്റെ എന്തെങ്കിലും കോമൺ ഫ്രണ്ട്സ് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്, ഈ റിലേഷൻഷിപ്പിനെ ബ്ലോക്ക് ചെയ്യാനാണ് നോക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്ത് ഈ പേഴ്സൻ്റെ എനർജിയിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പാണ് ഞാൻ കാണുന്നത്. ഇവിടെ അഡ്വൈസും നിങ്ങൾക്ക് അതാണ്. അത് ഈ പേഴ്സൻ്റെ കൂടെ റീകൺസിലിയേഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പിലാണ് കൺവേർട്ട് ആവുക. അപ്പോൾ ഇവിടെ എന്താണ് ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻസ് ഉണ്ടാവാൻ പോണേ? ഫ്യൂച്ചർ ആക്ഷൻസ് ഈ പേഴ്സൺ വെയിറ്റ് ആണ് ചെയ്യണത്. അവരെന്തോ ഒരു കാര്യത്തിനാണ് വെയിറ്റ് ചെയ്യണം. മേ ബി ശരിയായ സമയത്തിനായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓരേഴ്സ് നിങ്ങളുടെ എന്തെങ്കിലും ഒരു മറുപടിക്കാണ് വെയിറ്റ് ചെയ്യണത്. അവർ ഓൾറെഡി നിങ്ങൾക്ക് ഒരു പ്രപ്പോസൽ അയച്ചിട്ടുണ്ടാച്ചാൽ അവർ മേ ബി ഒരു ആൻസറിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത്. അതല്ലച്ചാൽ അവരെന്തോ ഒരു കാര്യങ്ങൾ ബാലൻസ് ചെയ്യാനാണ് വെയിറ്റ് ചെയ്യണത്. ഇവരുടെ വർക്ക് ലൈഫിൽ എന്തെങ്കിലും ഒരു ഇംബാലൻസ് ഉണ്ടാച്ചാൽ അതിനെ അവർക്ക് ശരിയാക്കിയിട്ട് വേണം നിങ്ങളുടെ ഡയറക്ഷനിൽ വരാൻ. ഇവിടെ ചില കോർട്ട് കേസസ് ഉണ്ടാച്ചാൽ അതിനും അവർ മേ ബി വെയിറ്റ് ആണ് ചെയ്യണത്. ആ കോർട്ട് കേസ് കംപ്ലീറ്റ് ആക്കിയിട്ട് വേണം അവർ നിങ്ങളുടെ ഡയറക്ഷനിൽ വരാൻ. പക്ഷെ അവർ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കൂടെ കൺസിലിയേഷന് വേണ്ടിയിട്ട് വരും, ഒരു ഓഫർ തരും. ഇവിടെ ഔട്ട്കം എന്താണ്? ഔട്ട്കം 7 of Swords. ഈ 7 of Swords എന്തുകൊണ്ടാണ് ഔട്ട്കം? Ace of Pentacles. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പേഴ്സൺ ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പിന് ഇഗ്നോർ ആണ് ചെയ്യണത്, അല്ല അവരുടെ ഫീലിങ്സിനാണ് ഇഗ്നോർ ചെയ്യണത്. ഇപ്പോൾ ഇത് നിങ്ങളാണോ ഈ പേഴ്സൺ ആണോ എനിക്ക് മനസ്സിലാവണില്ല. ഇവിടെ ഒരു സോളിഡ് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷെ ആ കമ്മിറ്റ്മെൻറ്റിന് ഈതർ നിങ്ങളാണ് ഓടണേ ഓരൽസ് ഈ പേഴ്സൺ ആണ് അവരുടെ ഫീലിങ്സിനെ അക്സെപ്റ്റ് ചെയ്യാണ്ട് ഇവിടെ ഒരു ഓഫർ തരാണ്ട് ഒരു എനർജിയിൽ അവർ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇവിടെ അവർ നൈറ്റ് ഓഫ് വോൺസ് ആയിട്ട് കാണുന്നത്. എന്നുവെച്ചാൽ അവർ ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജിയിലാണ്. പക്ഷെ അത് ഫ്യൂച്ചറിൽ പോയിട്ട് അവർ കുറച്ചുകൂടി ഒരു മെച്ചോർ വേയിൽ നിങ്ങൾക്കൊരു ഓഫർ തരേണ്ടെന്നാണ് ഞാൻ കാണുന്നത്. പക്ഷെ അതും ഒരു വെയിറ്റിംഗ് പീരിയഡ് കഴിഞ്ഞിട്ടേ അവർ വരുള്ളൂ. അപ്പോൾ എന്തോ അവരുടെ ഫീലിങ്സ് ആക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണോ ഓരൽസ് അവർക്ക് കമ്മിറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്ത ആ സ്ഥിതിയിലാണോ, അതുകൊണ്ടാണോ അവർ ഈ റിലേഷൻഷിപ്പിനെ മുമ്പോട്ട് കൊണ്ടുപോകാത്ത? അത് ഇവിടെ അങ്ങനെ എന്തോ ഒരു കാര്യം നടക്കുന്നുണ്ട് അവരുടെ ലൈഫിൽ. പക്ഷേ ഇവിടെ ലവ് ഉണ്ട്. ഓക്കെ, അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫീലിങ്സ് ഉണ്ട്. അതിലൊരു പ്രശ്നമില്ല. പക്ഷേ എന്തോ ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. ആ ഇംബാലൻസ് ശരിയായാലേ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വരുള്ളൂ, ഒരു ഓഫർ കൊണ്ടുവന്ന്, ഒരു സീരിയസ് ഓഫർ കൊണ്ടുവന്നിട്ട്. അപ്പോൾ ഇതാണ് പൈസീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് ലീബ്ര, ഏരീസ്, എക്വേരിയസ് ഉണ്ട്. ആൻഡ് കുറേ ഫയർ സൈൻസ് ഉണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് കാണാണ്ട്, ആൻഡ് എക്വേരിയസ്, ലീബ്ര, ജെമിനായി കാണാണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിങ് ബുക്ക് ചെയ്യണം ചെയ്യാം. പ്രൈവറ്റ് റീഡിങ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷേ അത് നിങ്ങളുടെ എനർജി കുറിച്ചാണ്. അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക. ഇല്ലാച്ചാൽ എൻ്റെ വെബ്സൈറ്റിൽ വാട്സാപ്പിൻ്റെ ചാറ്റ് ഐക്കൺ ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക. ഞാൻ അവിടെയും നിങ്ങൾക്ക് ഡീറ്റെയിൽസൊക്കെ അയച്ചു തരാം. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.